കേരളത്തിലെ നേഴ്സുമാർ യുഎൻഎയുടെ അണ്ടറിൽ ഇപ്പോൾ ഒരു സ്ട്രൈക്ക് നടത്തുകയാണ്. ബിക്കോസ് ഒരു മിനിമം വേജസ് ഒരു 20-25,000 അതായത് ഒരുപാട് വർഷങ്ങൾ 5,000-നും 8,000-നും 30,000-നും ഒക്കെ പണിയെടുപ്പിച്ചിട്ട് 2018 ആണ് യുഎൻഎയുടെ അണ്ടറിൽ ഒരുപാട് സ്ട്രൈക്കുകൾ നടന്നിട്ട് അവരുടെ പ്രഷർ സഹിക്കാൻ വയ്യാതെ പല ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും ഒരു 20,000 രൂപയോളം ആക്കിയത് 2018 നൂറ്റാണ്ടുകളായിട്ട് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു തൊഴിലാളി വിഭാഗമാണ് നേഴ്സുമാർ എന്ന് പറയുന്നത്. എസ്പെഷ്യലി അത് കേരളത്തിൽ മാത്രമാണ് സ്പെസിഫിക്കലി പറഞ്ഞത്. പൊതുവേ നോക്കിയാൽ ഇന്ത്യയിൽ അതിൽ ഏറ്റവും വേഴ്സ് ആണ് കേരളത്തിലെ സിറ്റുവേഷൻ. അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് നേഴ്സുമാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിൻ്റെ അവസ്ഥയാണിത്. ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ UK-ക്കാലും US-നേക്കാളും ഒരുപാട് മുന്നേറാണെന്ന് പറഞ്ഞ് തള്ളുന്ന ഒരു സ്റ്റേറ്റിൻ്റെ അവസ്ഥയാണിത്. ഈ 2018 ഇങ്ങനെ ഒരു ശമ്പള പരിഷ്കരണം വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ജീവിത ചെലവുകളുടെ ഒരു വ്യത്യാസം നോക്കണം. ഒരുപാട് പേര് പറയുന്ന നാട്ടിലുള്ള ഒരുപാട് നേഴ്സുമാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബംഗാളിക്ക് കിട്ടുന്നുണ്ട് 1000-1500 രൂപ ശമ്പളം, ഞങ്ങൾക്ക് ഇത്രയും രൂപ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അവർ വളരെ ന്യായമായിട്ടുള്ളൊരു കാര്യമല്ലേ ചോദിക്കുന്നത്. അപ്പോൾ കുറേ പേര് പറയുന്നത് ഞാൻ കണ്ടു ഫേസ്ബുക്കിലൊക്കെ കമൻറ്റ്, എന്നാൽ പിന്നെ നിനക്ക് നിർത്തിയിട്ട് ബംഗാളികൾ ചെയ്യുന്ന പണിക്ക് പോയാൽ പോരെയെന്ന്. അതെന്നാ വർത്താനമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ബംഗാളികൾ ചെയ്ത് പോകുന്ന പണിക്ക് എന്ന് പറയുമ്പോൾ ഇവർ ഇത്രയും വർഷത്തോളം, അതായത് 3-4 വർഷത്തോളം പഠിച്ച് അതിൻ്റെ ഓരോ വർഷവും കൂടുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് സ്കില്ലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു റിവിഷനും നാട്ടിലെ ഹോസ്പിറ്റലുകളിൽ നടക്കുന്നില്ല. നമ്മുടെ ബേസിക്കലി പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനനുസരിച്ച് നമ്മുടെ ക്രിട്ടിക്കൽ കെയർ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ എമർജൻസി ANE ആണെങ്കിൽ അതൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് വരെ ശമ്പളത്തിൻ്റെ കാര്യത്തിലും നമുക്കുള്ള കരിയർ പ്രോഗ്രഷൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതൊന്നും നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ആകെ ഒരു എന്താ പറയുക, മാനേജ്മെൻറ്റിൻ്റെ മൂഡ് താങ്ങി നിർത്തുന്ന 1-2 നേഴ്സിങ്ങിൻ്റെ സുപ്പീരിയേഴ്സ് ഉണ്ടാകും. ബാക്കിയുള്ളവരൊക്കെ അവരുടെ അണ്ടറിൽ പണിയെടുത്ത് ചൂഷണം ചെയ്യപ്പെടുകയാണ്. നേഴ്സ് ഒരു രോഗിയെ നോക്കുമ്പോൾ ഏറ്റവും റിസ്ക്കിലായിട്ടുള്ള ഒരു പൊസിഷനാണ്. കാരണം അവർക്കുള്ള എല്ലാ ഇൻഫെക്ഷൻ, എന്തൊക്കെ അസുഖങ്ങളുണ്ടോ നമ്മൾ അതിലോട്ട് കിട്ടാനുള്ള എല്ലാ ടൈപ്പ് സാധ്യതകളും നമുക്കുണ്ട്. നമ്മൾ ആ രോഗിയെ നോക്കിയിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അത്രയും റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിക്ക് കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ആ ഒരു കോഴ്സ് എത്രത്തോളം പൈസ മുടക്കി പഠിച്ചു, പിന്നെ നമ്മൾ എന്ത് ടൈപ്പ് സ്കിൽസ് ആണ് നമ്മൾ ഈ ജോലി ചെയ്തിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്, പിന്നെ നമ്മൾ എന്തോരം റിസ്ക് ആണ് എടുക്കുന്നത്, പിന്നെ നമ്മൾ ഫിസിക്കലി മെൻ്റലി എത്രത്തോളം എക്സോസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ഏത് രാജ്യത്താണോ, ഏത് സംസ്ഥാനത്താണോ, ഏത് കമ്മ്യൂണിറ്റിയാണ് ചെയ്യുന്നത്, നമുക്ക് എത്രത്തോളം നമ്മൾ വാണ്ടഡ് ആണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ഡോക്ടേഴ്സിന് എത്രത്തോളം ശമ്പളം കൂട്ടി കൊടുക്കാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റിന് യാതൊരു മടിയില്ല. കഴിഞ്ഞാൽ ഉള്ള ആൾക്കാർ മുഴുവൻ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നാട്ടിലുള്ള ഹോസ്പിറ്റൽസ് സർവൈവ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കണം. നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് നേഴ്സുമാരുണ്ട്. അവർക്ക് വേണ്ട മാന്യമായിട്ടുള്ള വേതനം ഡെഫിനറ്റ്ലി കൊടുക്കണം. പിന്നെ എത്ര ബംഗാളികളാണ് ഇപ്പോൾ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും രോഗികളെ നോക്കിയിട്ട് മരിച്ചിട്ടുള്ളത്? എത്ര ഡോക്ടേഴ്സ് ഇവിടെ മരിച്ചു? എത്ര ഫിസിയോതെറാപ്പിസ്റ്റും എത്ര ലാബ് ടെക്നീഷ്യന്മാർ മരിച്ചു? അതിനൊക്കെ എപ്പോഴും സംഭവിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ റിസ്ക് നേരിടുന്നതും ജീവൻ അപകടത്തിലാകുന്നതും നേഴ്സുമാർ തന്നെയാണ്. അപ്പോൾ അവരെടുക്കുന്ന റിസ്ക് അവർക്ക് ഇൻ ടേംസ് ഓഫ് പേയ്മെൻറ്റ് അവർക്കത് കൊടുത്തിരിക്കണം.